എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജോബിൻ ജേക്കബ്, ഒലിവ് ആയുർവേദ ഹോസ്പിറ്റൽ, പൂക്കാട്ടുപടി. ഞാനിന്ന് നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് ബിപിയുടെ പ്രയാസമുള്ളവര് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഉപ്പ് ഒഴിവാക്കുക എന്നുള്ള ഒരു കാര്യം. കാരണം മറ്റൊന്നുമല്ല, ഉപ്പ് കഴിച്ചാൽ ബി കൂടും എന്നുള്ളത് കൊണ്ട് അവർ ഉപ്പ് പൊതുവെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. വാസ്തവത്തിൽ അതിനകത്ത് വരുന്ന ഏറ്റവും വലിയൊരു രസകരമായ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. ഡോക്ടേഴ്സ് ഉപ്പ് കുറയ്ക്കാൻ പറഞ്ഞു എന്നതിന്റെ ആശയം എന്ന് പറയുന്നത്, നമ്മുടെ ഭക്ഷണത്തില് സാൾട്ടഡ് ഫുഡ് ധാരാളമുണ്ട്, ഉപ്പിലിട്ട സാധനങ്ങൾ ധാരാളമുണ്ട്. അങ്ങനെയുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യണമെന്നാണ് ഡോക്ടേഴ്സ് ഉദ്ദേശിച്ചത്. എക്സാമ്പിൾ, ഉപ്പിലിട്ട അച്ചാറ് സാധനങ്ങള്, പപ്പടം, ഇങ്ങനെയുള്ള സാധനങ്ങൾ അവോയ്ഡ് ചെയ്യണം എന്നാണ് ഡോക്ടർമാർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? കറിയിലെ ഉപ്പിന്റെ അളവ് കുറയ്ക്കും. ഉപ്പ് ഒരു നോർമൽ ഉപ്പ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഹാരത്തിന് രുചി ഉണ്ടാവില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല. എത്ര നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കിയാലും ഉപ്പില്ലെങ്കിൽ പോയില്ലേ. അപ്പം അതിൻ്റെ രുചിയും പോയി, ടേസ്റ്റും പോയി. അപ്പം പലരും ഇന്ന് ബി വന്നു കഴിഞ്ഞാൽ വളരെ വിഷമത്തോടു കൂടിയാണ്, എനിക്ക് വായിക്ക് രുചിയായിട്ട് കഴിക്കാൻ പറ്റുന്നില്ലല്ലോ, ബി കൂടുവാണല്ലോ, ഇങ്ങനെയൊക്കെ ടെൻഷൻ അടിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉപ്പ് കുറയ്ക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അത് നമ്മുടെ ആഹാരത്തിലല്ല കുറയ്ക്കേണ്ടത്, സാൾട്ടഡ് ഐറ്റംസ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഡോക്ടർമാർ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് ഭക്ഷണത്തിലൊക്കെ സാധാരണ പോലെ തന്നെ നമ്മൾ ആരും അധികം ഉപ്പാരും ഇടത്തില്ല, നമ്മൾ നോർമൽ ഉപ്പേ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ നോർമലായിട്ട് നമുക്ക് ഉപ്പ് ഉപയോഗിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം സോൾട്ട് എന്ന് പറയുന്ന സാധനം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒന്നാണ്. 2 ഗ്രാം വരെ ഒരു ദിവസം നമുക്ക് വേണ്ട ആവശ്യമുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഉപ്പ് ആവശ്യത്തിന് ഉപയോഗിക്കുക. പക്ഷെ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത് എന്താണ്? ഉപ്പിലിട്ട സാധനങ്ങളാണ് അവോയ്ഡ് ചെയ്യേണ്ടത്. ഇന്ന് പല കുടുംബങ്ങളിലും ചെന്ന് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ടും ടേസ്റ്റി ആയിട്ടും ഫുഡ് ഉണ്ടാക്കിയിരിക്കുന്നത്, പക്ഷെ കഴിച്ചു നോക്കുമ്പോൾ അതിന് രുചി കാണത്തില്ല. ചോദിക്കുമ്പോൾ എന്താണ്, അവിടെ ഫാദറിനോ ഗ്രാൻഡ് പേരൻസിനോ ആർക്കെങ്കിലും ഒരാൾക്ക് ബിപിയുടെ പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഉപ്പ് കുറച്ചാണ് അവിടെ ആഹാരം കഴിക്കുന്നത് എന്നുള്ളതാണ് പറയുന്ന റീസൺ. പക്ഷെ അങ്ങനെയല്ല. ആഹാരം നോർമലായിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുക. അതിന് നോർമലായിട്ട് തന്നെ സോൾട്ട് ചേർക്കാം, അതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മൾ സോൾട്ടഡ് ഐറ്റംസ് നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.